കോമ്പറ്റിറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 6 ഡിസ്കസ് ചെയ്യാം. പാഠം 6 കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. ഒരു കവിതാഭാഗം തന്നിട്ടാണ് പാഠം തുടങ്ങുന്നത്. കവിത പന്തങ്ങൾ, എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ. പന്തങ്ങൾ എന്ന കവിത എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. എന്താണ് ബാർട്ടർ സിസ്റ്റം? നാണയവ്യവസ്ഥക്ക് മുമ്പ്, നാണയങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ആവശ്യ സാധനം വാങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലുള്ളൊരു സാധനം കൊടുത്തിട്ട് പകരം മറ്റൊരു സാധനം വാങ്ങുന്നതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം. പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട്. കാലങ്ങൾക്ക് മുമ്പ് വാണിജ്യ ബന്ധത്തിന് പ്രധാന പാതയായിരുന്നു സിൽക്ക് റൂട്ട്, പട്ടുപാത. കിഴക്ക് ഏഷ്യയും പടിഞ്ഞാറ് ഏഷ്യ, അതുപോലെ യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പ്രധാന പാതയാണ് പട്ടുപാത അല്ലെങ്കിൽ സിൽക്ക് റൂട്ട്. ദെൻ കൗഡില്യൻ. ആരാണ് കൗഡില്യൻ? അർത്ഥശാസ്ത്രം, പ്രധാനപ്പെട്ട അർത്ഥശാസ്ത്രം എഴുതിയ ആളാണ് കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് രാജ്യതന്ത്രങ്ങൾ, ഒരു രാജ്യം എങ്ങനെ ആയിരിക്കണം, അവിടുത്തെ രാജാവ്, സംഘാടനം, രാജ്യഭരണം, നിയമങ്ങൾ, ഇതൊക്കെ എഴുതി വെച്ചൊരു പുസ്തകമാണ് അർത്ഥശാസ്ത്രം. ഇത് എഴുതിയത് കൗഡില്യനാണ്. കൗഡില്യൻ എന്ന് പറയുമ്പോൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. അർത്ഥശാസ്ത്രം എഴുതി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ദെൻ ജനങ്ങൾ വിവിധ തരം ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത് എന്തിനാണ് ജോലി? ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ജോലി. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനമാണ് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം മെയിനായിട്ട് 3 പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഏതൊരു ജോലിയും നമുക്ക് പ്രാഥമിക മേഖലയിലോ ദ്വിതീയ മേഖലയിലോ തൃതീയ മേഖലയിലേക്കോ വേർതിരിക്കാൻ പറ്റും. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ആദ്യം പ്രാഥമിക മേഖല നോക്കാം. പ്രാഥമിക മേഖല ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന ജോലികളെയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അതായത് എക്സാമ്പിൾ കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം. ഇവയൊക്കെ എന്താണ്? കൃഷിയാണെങ്കിലും മരങ്ങളും ചെടികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. മത്സ്യം എന്താണ്? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഖനനത്തിൽ ധാതുക്കൾ എന്താണ്? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇവയൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. ദെൻ ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. ഇൻഡസ്ട്രീസൊക്കെ വരുന്നതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്ന മേഖല. അതായത് ഇപ്പോൾ തക്കാളി കൃഷി എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. തക്കാളി എന്താണ്? പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ തക്കാളി കൃഷി പ്രാഥമിക മേഖലയിൽ വരുമ്പോൾ തക്കാളി ഉപയോഗിച്ച് നമ്മൾ തക്കാളി പേസ്റ്റ് നിർമ്മിക്കുന്നത് അതെന്തിൽ വരും? പ്രകൃതിയിൽ നിന്ന് ലഭിച്ച, പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിച്ച തക്കാളി യൂസ് ചെയ്തിട്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ തക്കാളി പേസ്റ്റ് നിർമ്മിക്കുന്നത്. ഇത് ദ്വിതീയ മേഖലയിൽ വരും. മത്സ്യം എന്ത് വരും? മത്സ്യം ബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ്. മത്സ്യങ്ങളെ കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് എന്തിൽ വരും? ദ്വിതീയ മേഖലയിൽ വരും. അതിന് എക്സാമ്പിൾസ് ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപ്പാദനം. ശ്രദ്ധിക്കണം, വൈദ്യുതി ഉൽപ്പാദനം ഒന്നും കൺഫ്യൂഷൻ വരരുത്. ദ്വിതീയ മേഖലയിലാണ് വൈദ്യുതി ഉൽപ്പാദനം വരുന്നത്. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംഭവം തന്നിട്ട് ഇത് ഏത് മേഖലയിൽ വരുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം. ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപ്പാദനമൊക്കെ ദ്വിതീയ മേഖലയിൽ വരുന്നു. ദെൻ തൃതീയ മേഖല പ്രാഥമിക, ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. ഇതിന് സർവീസ് ചെയ്യുന്നതും പറയും. പ്രാഥമിക, ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. എക്സാമ്പിൾ ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം.
ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം. ഞാൻ തന്നിട്ടുള്ള എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കണം. ഹാൻഡ് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസാണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, ഉൽപാദന ഘടകങ്ങൾ. ഒരു ഉൽപാദനം നടക്കുമ്പോൾ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ട 4 ഘടകങ്ങളാണ് എന്ത്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. 4 കാര്യങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഈ 4 ഘടകങ്ങളും കൂടിയാലേ ഒരു ഉൽപാദനം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്ത്രനിർമ്മാണം ആണ് തുടങ്ങുന്നതെങ്കിൽ വസ്ത്രനിർമ്മാണത്തിന് എന്താണ്? അവിടെ ഒരു ടെക്സ്റ്റൈൽ വേണം. അതിനുള്ള ഭൂമി, അതിനുള്ള ടെക്സ്റ്റൈൽസ് എന്താണ്? നൂൽ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ, ഇതൊക്കെ എന്താണ്? ഭൂമിയിൽ ഉൾപ്പെടുന്നു. ദെൻ തൊഴിൽ, അവിടെ എന്താണ്? തീർച്ചയായിട്ടും അവിടെ തൊഴിലാളികൾ വേണം. ദെൻ മൂലധനം പറഞ്ഞാൽ നമ്മൾ അതിനുള്ള മെഷീൻസ് ഇറക്കാൻ, അതുപോലെ അസംസ്കൃത വസ്തുക്കൾ, നൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്താണ്? പണവും വേണം. അതാണ് മൂലധനം. അതുപോലെ തന്നെ അവിടെ തൊഴിലാളികളുടെ കഴിവുകളെ, അവർക്ക് എന്താണ്? എക്സ്പീരിയൻസ്, അവരുടെ അറിവ്, ഈ നൂലൊരു വസ്ത്രമാക്കി മാറ്റാനുള്ള അവരുടെ അറിവ് എന്തിൽ പെടും? മൂലധനത്തിൽ ഉൾപ്പെടുന്നു. ഇതിനെയെല്ലാം ഈ ഭൂമി, തൊഴിൽ, മൂലധനം ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇതിനെ സംഘടിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടകരുണ്ടാവും, ഇവർ ചെയ്യുന്നതാണ് സംഘാടനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ കാറ്റ്, മണ്ണ്, ധാതു, സൂര്യപ്രകാശം, ഈ വക സാധനങ്ങളൊക്കെ ഭൂമിയിൽ വരുന്നു. ദെൻ മൂലധനം ഞാൻ പറഞ്ഞു പലതരത്തിലുണ്ട്. സാമ്പത്തിക മൂലധനമാകാം, അതായത് ക്യാഷായിട്ടാവാം. ദെൻ മനുഷ്യ മൂലധനമാവാം. മനുഷ്യൻ്റെ അറിവ്, എക്സ്പീരിയൻസ്, ജ്ഞാനം ഒക്കെ എന്തിൽ വരും? മനുഷ്യ മൂലധനത്തിൽ വരും. അതൊരു ക്യാപിറ്റലാണ്. ദെൻ ഭൗതിക മൂലധനം എന്ന് പറയുമ്പോൾ മെഷീൻസ്, യന്ത്രങ്ങളൊക്കെ ഭൗതിക മൂലധനത്തിൽ ഉൾപ്പെടുന്നു. ദെൻ പ്രകൃതി മൂലധനം, പരിസ്ഥിതി, എല്ലാം വിഭവങ്ങൾ, പരിസ്ഥിതിയൊക്കെ പ്രകൃതി മൂലധനത്തിൽ ഉൾപ്പെടുന്നു. ദെൻ ഈ 4 ഘടകങ്ങൾക്കും പ്രതിഫലമുണ്ട് ഇല്ലേ? ഉൽപാദന ഘടകങ്ങൾ 4 എണ്ണമാണ്. അതിൻ്റെ പ്രതിഫലവും ഏതാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഭൂമിയാവുമ്പോൾ അവിടെ പാട്ടം അല്ലെങ്കിൽ റെൻറ്റ്, ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം അല്ലെങ്കിൽ റെൻറ്റ്. തൊഴിലാവുമ്പോൾ കൂലി. മൂലധനം പലിശ, ഇൻട്രസ്റ്റ്. മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശ. സംഘാടനത്തിൻ്റെ പ്രതിഫലം ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്. ദെൻ ഗാന്ധിജി ഉപഭോക്താവിനെ കുറിച്ച് പറയുന്നൊരു വാക്കുകളാണിത്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. നാം അവർക്ക് ഔദാര്യം ചെയ്യുകയല്ല, മറിച്ച് അദ്ദേഹം സേവിക്കാനുള്ള അവസരം ഒരുക്കുക വഴി നമുക്ക് ഔദാര്യം ചെയ്യുകയാണ്. ഗാന്ധിജി ഉപഭോക്താവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് വരികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. നാം അവർക്ക് ഔദാര്യം ചെയ്യുകയല്ല, മറിച്ച് അദ്ദേഹം സേവിക്കാനുള്ള അവസരം ഒരുക്കുക വഴി നമുക്ക് ഔദാര്യം ചെയ്യുകയാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ദെൻ ഒരു ഉപഭോക്താവിന് പരാതിയുണ്ടെങ്കിൽ ആ തർക്കപരിഹാര സംവിധാനത്തിൻ്റെ ഘടനയാണ് പറയുന്നത്. ഉപഭോക്തൃ തർക്കപരിഹാര സംവിധാനത്തിൻ്റെ ഘടന. അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നതാണ് സുപ്രീം കോടതി. അതിൻ്റെതായ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, അതിൻ്റെതായ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, അതിൻ്റെതായ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. അപ്പോൾ ഒരു ഉപഭോക്താവിനൊരു പരാതി ഉണ്ടെങ്കിൽ ആദ്യം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ അടുത്ത് പോവും. അതിൽ നിന്നും വീണ്ടും മുകളിലേക്ക് പോകണമെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, ദെൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, സുപ്രീം കോടതി. ഇത് അയാളുടെ പരിധി അല്ലെങ്കിൽ പരാതി എത്രത്തോളം വലുതാണോ അതിനനുസരിച്ചാണ് മുകളിലേക്ക് പോകുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1 കോടി രൂപ വരെയുള്ള പരാതികൾ, അതായത് 1 കോടി രൂപ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന പരാതികളാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ പോയാൽ മതി. ഇനി 1 മുതൽ 10 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരത്തിനുള്ള പരാതികളാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. നഷ്ടപരിഹാരം 10 കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ തലത്തിൽ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ.
ശ്രദ്ധിക്കുക, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് നഷ്ടപരിഹാരം 10 കോടിക്ക് മുകളിലാണെങ്കിൽ, ഇനി 1 കോടി തൊട്ട് 10 കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഇനി 1 കോടി രൂപ വരെയുള്ളതാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ചെറിയൊരു പാഠമായിരുന്നു. ഇനി 3 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ഈ പാഠഭാഗത്ത് പഠിപ്പിച്ച 3 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ റീപ്ലൈ ചെയ്യാതെ ഇതിൻ്റെ ആൻസേഴ്സ് റീകാൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഖനനം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഖനനം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂലധനത്തിന് പ്രതിഫലം എന്ത്? മൂലധനത്തിൻ്റെ പ്രതിഫലം എന്ത്? ദെൻ തേർഡ് ക്വസ്റ്റ്യന്, ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്ന വർഷമേത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്ന വർഷം ഏത്? താങ്ക് യു. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇനി തുടർന്നുള്ള പാഠഭാഗങ്ങൾക്കും തുടർന്നുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.